കൊച്ചി വൈറ്റ്ലയിലെ ചന്ദർകുഞ്ച് ആർമി ടവറുകൾ പൊളിച്ചു നീക്കുന്നതിനുള്ള നിർണായക നടപടികൾ പുരോഗമിക്കുന്നു. കരാർ ഏറ്റെടുത്ത കമ്പനി അധികൃതർ ഫ്ളാറ്റുകളിൽ പരിശോധന നടത്തി. അതേസമയം പൊളിക്കുന്നതിനുള്ള ടെൻഡറുമായി ബന്ധപ്പെട്ട് ആരോപണവുമായി മറ്റൊരു കമ്പനി കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. ബലക്ഷയവും ഘടനാപരമായ പ്രശ്നങ്ങളും കാരണം സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സിൽവർ സാൻഡ് ഐലൻഡിലെ ആർമി ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. 26 നിലകളുള്ള BC ടവറുകളാണ് പൊളിച്ചു നീക്കുന്നത്. കരാർ ഏറ്റെടുത്ത എഡിഫസ് എഞ്ചിനീയറിംഗ് അധികൃതരും ആഫ്രിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെറ്റ് ഡെമോളിഷൻ കമ്പനിയും ഫ്ളാറ്റുകളിൽ പരിശോധന നടത്തി. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഇംപ്ലോഷൻ രീതിയിലൂടെയാണ് പൊളിച്ചു നീക്കുക. മുൻപ് മരടിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ചു നീക്കിയത് ജെറ്റ് ഡെമോളിഷന്റെ പങ്കാളിത്തത്തോടെ എഡിഫസ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. മുൻപരിചയം കണക്കിലെടുത്താണ് കരാർ നൽകിയതെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അതേസമയം മാനദണ്ഡം മറികടന്നാണ് ടെൻഡർ നൽകിയതെന്നാരോപിച്ച് വിവിധ കമ്പനികളും രംഗത്തെത്തി. അതിൽ PK യുണീക്ക് എന്ന കമ്പനി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന് സ്റ്റേ നൽകിയിട്ടുണ്ട്. പക്ഷേ സിംഗിൾ ബെഞ്ച് വിശദമായ വാദം കേട്ട് അന്തിമ തീരുമാനമെടുക്കുന്നതുവരെ പൊളിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാം. പിന്നാലെ തിരുപ്പൂർ ആസ്ഥാനമായുള്ള മറ്റൊരു കമ്പനി കൂടി രംഗത്തെത്തി. സർക്കാരുമായി പ്രവർത്തിച്ചു പരിചയമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തങ്ങളെ ഒഴിവാക്കിയതെന്നാണ് ശ്രീകുമരൻ ഡിമോളിഷൻസ് എന്ന കമ്പനിയുടെ ആരോപണം. വാടക ലഭിക്കാത്ത 24 ഉടമകളുടെ പരാതിയും നിലനിൽക്കുന്നുണ്ട്. ഈ ആശങ്കകളും ആരോപണങ്ങളും കൂടി പരിഹരിച്ചു വേണം മുന്നോട്ടു പോകാൻ. 6 മാസത്തിനകം പൊളിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.